നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ശ്രോതാക്കളോട് നാം പ്രത്യേകമായിട്ടൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ പൂജ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജനനത്തീയതി, സമയം, വർഷം എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക. ജനനത്തീയതിയും സമയവും അറിയില്ലെങ്കിൽ പേരും നക്ഷത്രവും വർഷവും രേഖപ്പെടുത്തുക. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജയോഗത്തെ കുറിച്ചാണ്. കലാത്മക രാജയോഗം എന്നാണ് പറയുന്നത്. ഈ രാജയോഗത്തില് 3 രാശിക്കാര് സൗഭാഗ്യങ്ങളുടെ കാലഘട്ടമാണ്. ഗ്രഹങ്ങളുടെ രാശിമാറ്റം നമ്മളുടെ ജീവിതഗതിയെ സ്വാധീനിക്കുന്ന സുപ്രധാനമായിട്ടുള്ള സംഭവങ്ങളാണ്. 12 രാശികളാണ് നമ്മളുടെ ഈ ആകാശമണ്ഡലത്തിലുള്ളത്. ഈ 12 രാശികളിലും ഗ്രഹങ്ങള് മാറി മാറി സഞ്ചരിക്കുന്നതാണ്. ഈ സഞ്ചാരത്തിനിടയിൽ ചില രാശികളില് ഒന്നിലധികം ഗ്രഹങ്ങള് ഒന്നിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതാണ് ഗ്രഹ സംയോഗങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ ഗ്രഹ സംയോഗങ്ങൾ നിമിത്തം രാജയോഗങ്ങളും മറ്റ് ശുഭയോഗങ്ങളുമാണ് രൂപം കൊള്ളുന്നത്. അത് പലർക്കും ജീവിതത്തിൽ നല്ല സമയം വന്നു ചേരുന്നതിനും ശുഭഫലങ്ങളും കാര്യങ്ങളുമൊക്കെ സംഭവിക്കുന്നതിനും ഉള്ള സമയമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ജനുവരി 28-ന് ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിലേക്ക് എത്തുകയാണ്. ഒരു ഗ്രഹം ശക്തി ആർജിക്കുന്നത് അതിന്റെ ഉച്ചരാശിയിലാണ്. ഫെബ്രുവരി 1-ന് ചന്ദ്രനും കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് എത്തും. വികാരങ്ങളെയും മാനസികമായിട്ടുള്ള കഴിവിനെയും സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ആളുകൾക്ക് സർഗാത്മകതയും ലാഭകരമായിട്ടുള്ള കഴിവുകളുമൊക്കെ നൽകുന്നത് ചന്ദ്രനാണ്. അതേസമയം ശുക്രൻ നൽകുന്നത് പ്രണയം, ആഡംബര്യം, സൗന്ദര്യം എന്നിവയൊക്കെയാണ്. ഈ 2 ഗ്രഹങ്ങളും ചേരുമ്പോൾ ഒരു രാജയോഗം രൂപപ്പെടുകയാണ്. ആ രാജയോഗമാണ് കലാത്മക രാജയോഗം എന്ന് പറയുന്നത്. ശുക്ര ചന്ദ്ര സംയോഗം കലാത്മക രാജയോഗത്തിന്റെ ശുഭയോഗമായിട്ടാണ് കാണപ്പെടുന്നത്. ചില രാശികളിൽ ജനിച്ചവർക്ക്, അതായത് 3 രാശികളിൽ ജനിച്ചവർക്ക് ജീവിതം തന്നെ മാറുന്ന രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് ഇതേ തുടർന്ന് ലഭിക്കാൻ പോകുന്നത്. ഈ കാലയളവിൽ ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള രാശികള്, നക്ഷത്രങ്ങള് ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പൂരുരുട്ടാതി കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ്. മീനം രാശിയിൽ ജനിച്ച ആളുകൾക്ക് കലാത്മക രാജയോഗത്തിലൂടെ ശുഭ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഈ രാശിയുടെ ലഗ്നഭാവത്തിൽ രൂപം കൊള്ളുന്ന രാജയോഗം ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ രാശിക്കാരുടെ വ്യക്തിത്വം കൂടുന്നതിൽ ഇത് സഹായിക്കുന്നുണ്ട്. പുതിയ ജോലി ലഭിക്കുന്നുണ്ട്. പങ്കാളിയുടെ പരിപൂർണ പിന്തുണ ഈ കാലയളവിൽ ഇവർക്കുണ്ടാകുന്നുണ്ട്. കൂടാതെ മീനം രാശിക്കാരുടെ ബിസിനസ് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ലാഭം കൂടി പുതിയ മേഖലയിലേക്കൊക്കെ ബിസിനസ് വളരുന്നുണ്ട്. വിവാഹിതർക്ക് ദാമ്പത്തിക ജീവിതം വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകും. അവിവാഹിതർക്ക് യോജിക്കുന്ന വിവാഹ ആലോചനകളൊക്കെ വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തില് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മീനം രാശിക്കാരുടെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടുന്നതാണ്. നാനാഭാഗത്തു നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുന്നതാണ്. ആഹാരമൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. ശരീര ആരോഗ്യ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന, അതിന് താല്പര്യം കാണിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. അടുത്തായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് വിശാഖം കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്കാണ്. ശുക്രന്റെയും ചന്ദ്രന്റെയും ഈ സംയോഗം വൃശ്ചികൻ രാശിക്കാർക്ക് വളരെയധികം ഗുണം നൽകുന്നതാണ്. ഈ രാശിയുടെ 5-ാം ഭാവത്തിലാണ് കലാത്മക രാജയോഗം രൂപപ്പെടുന്നത്. മക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് ശുഭ വാർത്തകളൊക്കെ കേൾക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ യോജിച്ച കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് കരിയറിലെ വിജയവും നേട്ടവും എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ
നേട്ടങ്ങൾ ഇക്കാലയളവിൽ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തിക അച്ചടക്കത്തിലൂടെ സമ്പാദ്യം വളർത്തുവാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ സമയം ചെലവഴിക്കാൻ, അവരുമായിട്ടുള്ള ബന്ധമൊക്കെ ദൃഢമാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. വൃശ്ചികം രാശിക്കാരുടെ ആരോഗ്യം ഇക്കാലയളവിൽ ഭദ്രമായിട്ട് ആയിരിക്കും. ബന്ധങ്ങളിൽ ആവേശവും ഉത്സാഹവും ഒക്കെ വന്ന് നിറയുന്ന ഒരു സമയമാണ്. പല ജോലികളും ദൗത്യങ്ങളും ഇക്കാലയളവിൽ നിങ്ങൾ പൂർത്തിയാക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. സഹജീവികളോട് കരുണയോടെ പെരുമാറുക. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പുണർദം കാൽഭാഗവും പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്കാണ്. കലാത്മക രാജയോഗത്തിലൂടെ ഫെബ്രുവരിയുടെ തുടക്കം തന്നെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു രാശിയാണ് കർക്കിടകം രാശി. കർക്കിടകം രാശിയുടെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട രാശിയിലാണ് ഈ രാജയോഗം രൂപം കൊള്ളുന്നത്. ഭാഗ്യത്തിന്റെ പിൻബലത്തില് പല ദൗത്യങ്ങളും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും കഴിവുകളുമെല്ലാം അംഗീകരിക്കുന്ന ഒരു സമയമാണിത്. ജോലിസ്ഥലങ്ങളിൽ പ്രൊമോഷനൊക്കെ ലഭിക്കുവാനും പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കുവാനും ഈ കാലയളവിൽ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും യാത്രകളൊക്കെ ഒരുപാട് വേണ്ടി വരുന്നതാണ്. ചില ദൗത്യങ്ങളുടെ പ്രധാന ഭാഗമാകാൻ തന്നെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം മേന്മയുള്ള ഒരു സമയമാണ്. വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടക്കാൻ പറ്റിയൊരു സമയമാണ്. വിവാഹ ആലോചനകളൊക്കെ വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് നിങ്ങൾ ഫെബ്രുവരി ആദ്യം മുതൽ കടന്നു പോകാൻ പോകുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. സഹജീവികളോട് കരുണയുണ്ടാവണം. അപ്പോൾ ഈ 9 നക്ഷത്രക്കാർക്കാണ് ഫെബ്രുവരിയുടെ തുടക്കത്തിൽ കലാത്മക രാജയോഗം ഉണ്ടാവുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജയോഗം തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.